ഹായ് ഫ്രണ്ട്സ്. അപ്പം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വെറുപ്പിക്കലുമായിട്ട് വന്നിരിക്കുന്നു ഓൺ വോയിസിൽ. അപ്പം ഇന്ന് വരാനായിട്ടുള്ള ഒരു കാരണം, നമ്മുടെ വീട്ടിൽ മിക്കവരുടെയും വീട്ടിൽ ഫിഷ് ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം നമുക്കതെങ്ങനെ ഒരു പ്ലാന്റൊക്കെ വെച്ച് നല്ലതുപോലെ നമുക്കൊരു ഫിഷ് ടാങ്ക് കളറാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഫിഷ് ടാങ്ക് എങ്ങനെ കളറാക്കിയിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പം നമുക്കത് കാണാം. എൻ്റെ ഫിഷ് ടാങ്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വാങ്ങിച്ചിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇത് മിക്ക അക്വേറിയത്തിലും കിട്ടുന്നതായി ആണ്. ഇപ്പം ഞാൻ മേടിച്ച തന്നെ ഒരു പ്ലാന്റിന് 50 രൂപയാണ്. അപ്പം അക്വേറിയങ്ങളിലൊക്കെ കിട്ടും. ഇത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴേക്കും കളറായിരിക്കും, പവറായിരിക്കും. അപ്പോൾ ഇതിനൊരു ടാബ്ലറ്റും കൂടെ ഉണ്ട്. ആ ടാബ്ലറ്റ് ഇട്ടാലേ ഈ ചെടി അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ കേട്ടോ. എൻ്റെ ഫിഷ് ടാങ്ക് കളറാക്കിയിട്ടുണ്ട്. ഇനി അതിനകത്ത് നമ്മുടെ ഫിഷിനെയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. കളറായില്ലേ. ഇനി ഈ ചെടികൾ നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു ടാബ്ലറ്റും കൂടെ ഉണ്ട്. അതും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നമുക്ക് അക്കൂത്തിൽ 200 രൂപയാണ് ആ ടാബ്ലറ്റിൻ്റെ വിലയെന്ന് പറയുന്നത്. എൻ്റെ ഫിഷ് ടാങ്ക് കളറാക്കിയിട്ടുണ്ട്. ഇനി അതിനകത്ത് നമ്മുടെ ഫിഷിനെയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. കളറായില്ലേ. ഇനി ഈ ചെടികൾ നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു ടാബ്ലറ്റും കൂടെ ഉണ്ട്. അതും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നമുക്ക് അക്കൂത്തിൽ 200 രൂപയാണ് ആ ടാബ്ലറ്റിൻ്റെ വിലയെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഫിഷിനെയൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. വലുതായിട്ടൊന്നുമില്ല, ആകെ 6 എണ്ണമേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ ചെടിയുടെ ഇടയിലാണ് നമ്മൾ ആ ടാബ്ലറ്റ് ഇടേണ്ടത്. അവർ ഓടിക്കളിക്കണ കാണാം. ഒരു ഏകദേശം ഞാൻ പറഞ്ഞില്ലേ, ഒരു 6 എണ്ണമൊക്കെ ഉള്ളൂ. ഇനിയും മേടിക്കണമെന്നുണ്ട്. ഇൻഷാ അല്ലാ മേടിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ടാബ്ലറ്റ്, റൂട്ട് ടാബ്. ഇത് എല്ലാ അക്വേറിയത്തിലും കാണും. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 200 രൂപയാണ്. അപ്പം ഇത് ഒരു ടാബ്ലറ്റ് മതി, പൊട്ടിച്ച് നമ്മൾ ആ പ്ലാന്റിൻ്റെ ഇടയ്ക്കൊക്കെ ഇട്ടാൽ മതി. അതിന് വേറെ കേടുപാടുകളൊന്നും വരത്തൊന്നുമില്ല. അപ്പം ഇതും കൂടെ ജസ്റ്റ് അതിൽ പൊട്ടിച്ച് ഒന്ന് ഇട്ട് നോക്കാം. ഇതാണ് ടാബ്ലറ്റ്. ഇത് പൊട്ടിച്ച് വേണം ഇടാൻ. ആ ബോട്ടിലിനകത്ത് ഏകദേശം ഒരു 10ഓളം ടാബ്ലറ്റ് മാത്രമേ കാണത്തുള്ളൂ. ഇത് ജസ്റ്റ് ഇത് ഒരെണ്ണം മതി, പൊട്ടിച്ചൊന്ന് ആ പ്ലാന്റിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഇട്ടാൽ. അപ്പോൾ ഞാൻ ടാബ്ലറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടാബ്ലറ്റ് എല്ലാം പ്ലാന്റിൻ്റെ ഇടയിൽ ഇടണം. അപ്പോൾ ഞാനത് ഇട്ടതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ് കണ്ടില്ലേ എൻ്റെ ഒരു അക്വേറിയം. അപ്പം ഇഷ്ടമായെങ്കിൽ മാത്രം ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉള്ള എന്ത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ വീണ്ടും ഞാൻ ഒരു വെറുപ്പിക്കലുമായിട്ട് വരും.
വെയിറ്റ് ചെയ്യുക. അപ്പം